ഇക്കൊല്ലത്തെ വിഷു തങ്കുവിൻ്റെ നിന്നാണ്. തങ്കു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ സ്വന്തം ചേച്ചിയാണ്. അമ്മയും തങ്കുവും കൂടി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് വായിന്ന് വെള്ളം വന്നിട്ട് ഞാൻ ഒന്നെടുത്ത് നേരെ ഓടിയിട്ടാ. എന്നിട്ട് അത് കഴിച്ചു നോക്കിയപ്പോഴും അതിൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. അപ്പം ചെറുതായിട്ട് ഓയിൽ ഇച്ചിരി കൂടിപ്പോയെന്ന് ചെറിയ ഡൗട്ടുണ്ട്. ഭയങ്കര ഓയിലി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. നമുക്ക് രാത്രി കഴിക്കാനുള്ളതായിരുന്നു കേട്ടോ അത്. ഉണ്ണിയപ്പവും ചിക്കൻ കറിയും നെയ്യപ്പവും ചിക്കൻ കറിയൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ വിഷുവിൻ്റെ തലേന്ന് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ കണിക്കൊന്നയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഉണ്ടാക്കിയ നെയ്യപ്പം കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ. അത് ടേസ്റ്റ് ചെയ്യാതിരുന്നാലും മോശമല്ലേ. ഉണ്ണിയപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്താലേ. അമ്മ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ എല്ലാ കണിക്കൊന്നയും കൂടി എടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണ്, കേട് വരേണ്ട വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ അനിയൻ ബാക്ക് കിടന്ന് ഓടുന്ന കണ്ടിട്ട് ആരൊന്നും വിചാരിക്കണ്ട. ഞാൻ നേരെ കിച്ചണിൽ പോയപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു നേരെ കിടന്നുറങ്ങി. പിന്നെ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കിനും കണി കാണാൻ സമയമായി. അപ്പോൾ കണിയൊക്കെ കണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും വിഷ് കഴിഞ്ഞിട്ടൊക്കെ വാങ്ങി നേരെ പടക്കം പൊട്ടിക്കായിരുന്നു. പിന്നെ ചക്രായിട്ടും മേശപ്പൂവായിട്ടും പൂത്തിരിയായിട്ടും എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടം പൂത്തിരിയും മേശപ്പൂവാണ്. കൂടുതൽ ഇതുപോലെ പൊട്ടുന്ന ടൈപ്പ് ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഞാൻ കുറേ പൂത്തിരിയാണ് കത്തിച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ പച്ചയും ചുവപ്പും പൊട്ടിത്തെറിക്കുന്ന എല്ലാ ടൈപ്പ് പൂത്തിരി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാതും നല്ലവണ്ണം എൻജോയ് ചെയ്ത് കത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും പൂത്തിരിനോട് ഭയങ്കര ഒരു ക്രഷാണ് കേട്ടോ. പിന്നെ ചക്ര ഉണ്ടായിരുന്നു. ചക്രമൊക്കെ നന്നായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. 2-3 ഫ്ലോപ്പായി, ബാക്കിയൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പൂത്തിരിയാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം പൂത്തിരിയാണ് എൻ്റെ കയ്യിൽ കുറേ എണ്ണം കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറേ കത്തിക്കുന്നതും അതാണ്. പിന്നെ ഞാൻ പൂത്തിരി വെച്ചൊന്ന് മേശപ്പൂ കത്തിച്ച് നോക്കി. നല്ല അടിപൊളിയായിട്ട് വർക്കായി. എനിക്ക് ഈ മേശപ്പൂടി ചക്രത്തിൻ്റെ ഒക്കെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ബട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാനും തങ്കും എല്ലാവരും കൂടി 2 കയ്യിലും പൂത്തിരി പിടിച്ചിട്ടാണ് കറക്കുന്നത്. പിന്നെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ആരും ഞാൻ വിട്ട് പോയിട്ടില്ല എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇങ്ങനെ ഓലപ്പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞാൻ അകത്തേക്ക് ഓടിച്ചത് ചെവി പൊട്ടുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടി അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ, പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ. പിന്നെ ഇങ്ങനത്തെ മേശാപ്പൂവിൻ്റെയും കമ്പിത്തിരിൻ്റെ ഒന്നും സൗണ്ട് എനിക്ക് തീരെ പ്രശ്നമില്ലാത്തൊരു ടൈപ്പ് ഇതാണ്. കാരണം അതിങ്ങനെ പിരിപിരി സൗണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേശാപ്പൂവിൻ്റെയും പിരിപിരി പറഞ്ഞൊരു പടക്കമുണ്ടല്ലോ, പടക്കമല്ല ഒരു മേശാപ്പൂ പോലത്തെ സംഭവം, അത് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഈ പൂത്തിരിയാണ് എൻ്റെ ഫേവറേറ്റ്. ഈ മേശപ്പൂവാണ് ഞങ്ങൾ കൂടുതലും കത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അനിയന് പടക്കം ഭയങ്കര പേടിയായതുകൊണ്ട് മുത്തുത്താട്ടം എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പടക്കത്തിൻ്റെ അടുത്തേക്ക്. പിന്നെ അവനവിടെ വെച്ചു, ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടി മാറ്റാണ് കേട്ടോ. ഞാനും തങ്കും മാത്രമേ അമ്പലത്തിൽ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് എൻ്റെ പുതിയ പട്ടുപാവാട ഞാൻ തയ്ക്കാൻ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുല്ലപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. മുല്ലപ്പൂ റിയൽ അല്ല, പ്ലാസ്റ്റിക് ആണ്. ബട്ട് നല്ല അടിപൊളി തിക്നെസ്സും 20 രൂപയ്ക്ക് ഭയങ്കര വോത്താണ്. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി. കണ്ണ് എഴുതാൻ എനിക്ക് അത്ര കോൺസെൻട്രേഷനും കിട്ടില്ല, കാരണം ഉറക്കപ്പിച്ചിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ. ലിപ്സ്റ്റിക്കും ബ്ലഷും എല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുപ്പിവള ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുപ്പിവളയിൽ എൻ്റെതും അമ്മയുടേതും മിക്സ് ആയതുകൊണ്ട് രണ്ടും വേർതിരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവസാനം ഫൈനലി എല്ലാ വളയും എൻ്റെ കയ്യിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പിവള കയ്യിൽ നിറച്ചിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയല്ലേ. പിന്നെ മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലെത്തിയപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സുഖം. പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ തങ്കും ഞാനൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. റോഡിൻ്റെ സൈഡിലൂടെ കുറേ ഇങ്ങനെ ചാലുകളൊക്കെ പോകുന്നുണ്ട്. 1 രൂപ.
പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴം എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കുറച്ച് ഫോട്ടോസ്. ഒരു 4 ഫോട്ടോസാണ് എടുത്തതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ആ 4 ഫോട്ടോസ് മാത്രമേ ഞാൻ അവിടെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോയിട്ട് സദ്യ കഴിക്കായിരുന്നു. ഡെസേർട്ടായിട്ട് നല്ല അടപ്രഥമനും പപ്പടവും ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ല അടിപൊളിയായിട്ട് ഞാൻ വയറ്റിലേക്ക് നല്ല അങ്ങ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അത് രണ്ടും. പിന്നെ നേരെ ഞങ്ങൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്കിനും രാത്രിയായി. പിന്നെ ഭക്ഷണം കഴിച്ച് നേരെ കിടന്നു.